ഇംഗ്ലണ്ടിനെതിരായ 4ാം ടി20 മത്സരവും തോറ്റ് മറ്റൊരു പരമ്പര തോൽവിയിലേക്കാണ് ടീം ഇന്ത്യ നീങ്ങിയത്. മത്സരശേഷം താരങ്ങളുടെ പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ട് ബാറ്റിംഗ് കോച്ചിന്റെ ശ്രദ്ധേയമായൊരു പ്രതികരണം എത്തിയിട്ടുണ്ട്. പല താരങ്ങൾക്കും പല നീതിയെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ BCCIയുടെയും ടീം ഇന്ത്യൻ ക്രിക്കറ്റിന്റെയും ഫേവേഴ്സും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രതികരണമാണ് എത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഒഴികെ ബാറ്റിംഗിൽ എല്ലാവരും തകരുന്ന കാഴ്ച തന്നെയാണ് 4ാം ടി20യിലും കണ്ടത്. വൈഭവ് സൂര്യവംശി ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തിയപ്പോൾ അഭിഷേക് ശർമ്മയ്ക്കും തിളങ്ങാനായില്ല. സഞ്ജു സാംസനെ പോലെ റൺസ് കണ്ടെത്താനായി പരാജയപ്പെട്ട ഇഷൻ കിഷനെയും തിലക് വർമ്മയും ടീം ഇന്ത്യൻ മാനേജ്മെന്റ് അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടിരുന്നത്. 4ാം ടി20യിൽ രണ്ടുപേരും ഫ്ലോപ്പായി മാറിയപ്പോൾ 5ാം ടി20യിൽ വീണ്ടും അവർക്ക് തന്നെ അവസരം നൽകുമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് ഇന്ത്യൻ ബാറ്റിംഗ് കോച്ചിന്റെ ഭാഗത്തു നിന്നും ഇന്നലെ 4ാം ടി20ക്ക് ശേഷം വന്നിരിക്കുന്നത്. തിലകിന്റെയും ഇഷൻ കിഷന്റെയും കഴിവുകൾ എന്താണെന്ന് നമ്മൾ ഇതിനോടകം തന്നെ കണ്ടതാണ്. ഒരു മത്സരത്തിൽ ഫ്ലോപ്പായെന്നുള്ളത് വിലയിരുത്തിക്കൊണ്ട് പ്ലേയിങ് ലെവലിൽ നിന്ന് ഒഴിവാക്കേണ്ട സാഹചര്യമില്ല എന്നാണ് അദ്ദേഹം ഇന്നലെ പ്രതികരിച്ചത്. അപ്പോൾ സഞ്ജു സാംസന്റെ കാര്യം എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നിരുന്നില്ല. കാരണം അവനുവേണ്ടി സംസാരിക്കാനായി ഇന്ത്യൻ ടീം മാനേജ്മെന്റിൽ ആരും തന്നെയില്ല. കോച്ച് ഗൗതം ഗംഭീർ സഞ്ജുവിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ പോലും നിർണായക ഘട്ടത്തിൽ BCCIയുടെയും ടീം മാനേജ്മെന്റിന്റെയും തീരുമാനങ്ങൾക്ക് ഗംഭീറിനും വഴങ്ങേണ്ടതായി തന്നെ വരികയാണ്. വെറും 3 മത്സരങ്ങളിൽ ഫ്ലോപ്പായതിന് പിന്നാലെയാണ് ലോകകപ്പ് ടീം ഇന്ത്യക്ക് നേടിക്കൊടുത്ത സഞ്ജുവിനെ ടീം ഇന്ത്യ പ്ലേയിങ് ലെവലിൽ നിന്നും പുറത്താക്കിയത്. എന്നാൽ ഫ്ലോപ്പ് ഷോ തുടരുന്ന സാഹചര്യത്തിലും തിലക് വർമ്മയ്ക്കും ഇഷൻ കിഷനും കിട്ടുന്ന സപ്പോർട്ട് സഞ്ജുവിന് ലഭിക്കുന്നില്ല. 5ാം ടി20യിലും സഞ്ജുവിന് അവസരം പുറത്തു തന്നെയായിരിക്കും. കാരണം അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യാനായി ബാറ്റിംഗ് സ്റ്റാഫോ ടീം മാനേജ്മെന്റോ സഞ്ജുവിനൊപ്പമില്ല. കഴിവുകൊണ്ട് മാത്രം ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പ് നേടിക്കൊടുത്ത സഞ്ജുവിനെ ടീം ഇന്ത്യ കംപ്ലീറ്റ് ആയി തന്നെ മറന്നിരിക്കുകയാണ്. വീണ്ടും പരാജയമായി മാറി 2 പരമ്പരകൾ നഷ്ടമാക്കിയ ടീം ഇന്ത്യയെ സംബന്ധിച്ച് ചില താരങ്ങളെ സംരക്ഷിക്കാൻ തന്നെയാണ് ഇപ്പോഴും BCCIയും ടീം മാനേജ്മെന്റും ശ്രമിക്കുന്നത്.